എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കഥ ദധിജി മഹർഷിയെ കുറിച്ചുള്ള കഥയാണ്. എങ്ങനെയാണ് ദധിജി മഹർഷിക്ക് അശ്വശിര എന്നുള്ള പേര് ലഭിച്ചത് എന്നുള്ള കഥയിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുൻപായി, ആരാണ് ദധിജി മഹർഷി? പുരാണങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവർക്കും കഥകൾ കേട്ടിട്ടുള്ളവർക്കും ഒക്കെ ദധിജി മഹർഷിയെ നന്നായിട്ട് അറിയാം. ഇന്ദ്രന് അസ്ഥി ദാനം ചെയ്ത ഒരു മഹർഷിയാണ്. വളരെ ത്യാഗിയായ ഒരു മഹർഷിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ബ്രഹ്മവിദ്യ അല്ലെങ്കിൽ മധുവിദ്യ എന്ന് പറയുന്ന ഒരു വലിയൊരു വിദ്യ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഒരു സിദ്ധിയാണ്. അപ്പോൾ അദ്ദേഹം ഇത് കൈകാര്യം ചെയ്യുന്നത് കണ്ട് ഇന്ദ്രന് വളരെ കോപമായി. കാരണം സാധാ ഒരു മനുഷ്യന് ഇങ്ങനെയുള്ളത് കൊടുക്കാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല, പ്രയോഗിക്കാൻ പാടില്ല എന്നെല്ലാം ഇന്ദ്രൻ പറഞ്ഞെങ്കിൽ അദ്ദേഹം അതൊന്നും കൂട്ടാക്കില്ല. പിന്നെ അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ, ചില ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കാൻ വന്ന യോഗ്യരായ ശിഷ്യന്മാർക്ക് മാത്രം അദ്ദേഹം അത് പഠിപ്പിക്കാനായിട്ട് കൊടുത്തു. അദ്ദേഹം ആ യോഗ്യരായ മനുഷ്യരെ തെരഞ്ഞെടുത്തു. അപ്പോൾ ഒരു അശ്വശിര എന്ന് പറയുന്ന 2 ഇരട്ടകൾ വന്നു. അവർക്ക് ആ വിദ്യ പഠിപ്പിക്കാമെന്നേറ്റു. അദ്ദേഹം അവരെ വിദ്യ പഠിപ്പിക്കാനും തുടങ്ങി. പഠിക്കുകയും പഠിപ്പിക്കുകയും തുടങ്ങിയതോടുകൂടി ഇന്ദ്രന് വല്ലാത്ത ഇരിക്കപ്പൊറുതിയായി. അദ്ദേഹം അത് സഹിച്ചില്ല. അദ്ദേഹം ഉടനെ ഇവര് പഠിത്തം തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ഇന്ദ്രൻ അവിടെ നിന്ന് വന്നു. ഇവിടെ നോക്കുമ്പോൾ, ദധിജി മഹർഷിയെ നോക്കുമ്പോൾ, കുതിരയുടെ തലയുള്ള ഒരു മഹർഷി. അദ്ദേഹം വളരെ കോപാകുലനായിട്ട് അദ്ദേഹത്തിന്റെ തലയങ്ങ് വെട്ടിക്കളഞ്ഞു. ശിഷ്യന്മാര് ഭയന്ന് ഒരു സ്ഥലത്ത് ഒളിച്ച്. ഇന്ദ്രൻ അദ്ദേഹത്തിന്റെ ദധിജി മഹർഷിയോട് തല വെട്ടിക്കളഞ്ഞിട്ട് ഇന്ദ്രൻ പോവുകയും ചെയ്തു. പക്ഷെ അവിടെ സംഭവിച്ചെന്താന്ന് വെച്ചാല്, ഇവര് തല വെട്ടിക്കളഞ്ഞ് തല മാറ്റി വെച്ച് ആ വിദ്യ പഠിക്കുകയായിരുന്നു. ഈ മധുവിദ്യ അല്ലെങ്കിൽ ബ്രഹ്മവിദ്യയിൽ പല വിഭാഗങ്ങളുണ്ട്. അതിനകത്ത് ഇവര് തല മാറ്റി, അങ്ങനെ കുതിരയുടെ തല വെച്ച സമയത്ത് വെച്ച് അതെടുത്ത് പിന്നെ സ്വന്തം തല വെച്ച്, അങ്ങനെ അവര് പരസ്പരം അങ്ങനെ എല്ലാം മാറ്റി ചെയ്തതിനു ശേഷം ഗുരുവിലും അങ്ങനെ ചെയ്ത് പഠിച്ചു. കാരണം ഒരു പക്ഷേ വിപത്ത് ഏത് വഴിക്കാണ് വരണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതായത് നമ്മുടെ ഇന്ദ്രൻ ഈ വിധത്തിൽ കോപാകുലനായിട്ട് നിൽക്കുന്നതും ഗുരുവിനറിയാം. അപ്പൊ ഇങ്ങനെയുള്ള സംഭവത്തെ നേരത്തെ കണ്ട് ഗുരു അത് കണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഇന്ദ്രൻ തലവെട്ടിക്കളഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ യഥാർത്ഥ തലയെടുത്ത് ഗുരുവിന് ശിഷ്യന്മാര് വെക്കുകയും അദ്ദേഹത്തിന് ജീവൻ ലഭിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് അതിനൊക്കെ ശേഷമാണ് അദ്ദേഹത്തിന് അസ്ഥിദാനം ചെയ്തത്, ഇന്ദ്രനെ അസ്ഥിദാനം ചെയ്തത്. ആ സമയത്ത് ഈ പ്രാവശ്യം തല വെട്ടിക്കളഞ്ഞതിനൊക്കെ മാപ്പ് ചോദിച്ച്, സംസ്ഥാപരാധം ചോദിച്ച്, കാല് പിടിച്ച് ഒത്തിരി ഇതായിട്ട് ശേഷമാണ് അദ്ദേഹം അസ്ഥിദാനം ചെയ്യാൻ തയ്യാറായത് എന്നുള്ള കഥകളൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ എൻ്റെ ഈ കഥ ഇന്നിവിടെ അവസാനിക്കുകയാണ്. പിന്നെ ഇനി മറ്റൊരു കഥയുമായിട്ട് ഞാൻ വീണ്ടും ഒരു ദിവസം വരും. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമസ്കാരം.